കൊല്ലം നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണനായുള്ള തെരച്ചിൽ 11ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരമ്മയുടെ കരുതൽ നാടിനാകെ പ്രചോദനമാവുകയാണ്. അധികാരികളുടെയും സർക്കാരിന്റെയും ആഹ്വാനങ്ങൾക്കായി കാത്തുനിൽക്കാതെ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും ലാൻഡ് ചെയ്യാൻ സ്വന്തം എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ഒറ്റ രാത്രി കൊണ്ട് ഒരു ഹെലിപാഡ് തന്നെ പണിതുയർത്തിയിരിക്കുകയാണ് അമൃതാനന്ദമയി മഠം. അടിയന്തര ഘട്ടങ്ങളിൽ വാഗ്ദാനങ്ങളല്ല, പ്രായോഗികമായ കർമ്മങ്ങളാണ് വേണ്ടതെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് മാതാ അമൃതാനന്ദമയി ദേവി. പ്രതീക്ഷ വറ്റാത്ത മനസ്സോടെ ഒരു നാട് മുഴുവൻ ഗൗതം കൃഷ്ണയ്ക്കായി കാത്തിരിക്കുകയാണ്. കടലിലെ സങ്കീർണമായ തിരച്ചിലിൽ വലിയ വെല്ലുവിളിയായത് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഹെലികോപ്റ്ററുകൾക്ക് ലാൻഡ് ചെയ്യാനുള്ള അസൗകര്യമായിരുന്നു. ഈ ഘട്ടത്തിലാണ് കരുതലിന്റെയും മാനവികതയുടെയും വേറിട്ട മാതൃക തീർത്ത് അമൃതാനന്ദമയി മഠം രംഗത്തെത്തുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ജില്ലാ കളക്ടറുടെയും അഭ്യർത്ഥന കണക്കിലെടുത്താണ് അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനം താൽക്കാലിക ഹെലിപാഡ് ആക്കി മാറ്റാനുള്ള സാധ്യത പരിശോധിച്ചത്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം അടിയന്തര നടപടികൾ ആരംഭിച്ചു. മഠത്തിലെയും അമൃത സർവകലാശാലയിലെയും ജീവനക്കാർ ഒരുമിച്ച് രംഗത്തിറങ്ങി. രാത്രി മുഴുവൻ വിശ്രമമില്ലാതെ കൂട്ടായ അധ്വാനം. പ്രാദേശിക കരാറുകാരിൽ നിന്ന് ആവശ്യമായ സാധനങ്ങൾ സംഭരിച്ചു. ഇന്റർലോക്കുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എത്തിക്കുന്നതിനായി ആശ്രമത്തിലെ വാഹനങ്ങൾ ഇടതടവില്ലാതെ സർവീസ് നടത്തി. ഒടുവിൽ രാവിലെ 10 മണിയോടെ ഹെലിപാഡ് സജ്ജമായി. പ്രശസ്തിയോ മാധ്യമശ്രദ്ധയോ ആഗ്രഹിക്കാത്ത നാടിനു വേണ്ടി അവസരത്തിനൊത്തുയർന്ന് പ്രവർത്തിച്ച അമൃതാനന്ദമയി മഠത്തിന്റെ ഇടപെടൽ വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഒരമ്മയുടെ കരുതലോടെ ഒരു കുടുംബത്തിന് താങ്ങായ ഈ നിസ്വാർത്ഥ സേവനം വാക്കുകൾക്കതീതമായ ഉദാത്ത മാതൃകയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം.